ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസായ ബ്ലഡ് ഹോൺസ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഗില്ലിൻ്റെ കത്തി കൊണ്ട് മുറിവേറ്റ കിം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവൻ്റെ മുഖത്തെ മുറിവിൽ സ്റ്റിച്ച് ചെയ്യുകയാണ്. 30 സ്റ്റിച്ചോളം ഉണ്ടാകും. അവൻ്റെ അമ്മ വിഷമം മാറാതെ കരയുകയാണ്. അവൻ്റെ മുറിവുകളെല്ലാം മരുന്നൊക്കെ വെച്ച് കെട്ടി ഡിസ്ചാർജ് ചെയ്യുന്നു. അവിടുന്ന് ആ പേപ്പറിലൊക്കെ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തതിന് അവനോട് അമ്മ ക്ഷമ ചോദിക്കും. അവനതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നു. ശേഷം കിം വുജിനുമായി ഒരു പ്ലാസ്റ്റിക് സർജനെ കാണാനായി ചെല്ലും. കാരണം അത്രയും വലിയ പാടായിരിക്കും അവൻ്റെ മുഖത്ത്. ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവൻ്റെ മുഖം ശരിയാക്കാമെന്ന് ഡോക്ടർ പറയുമെങ്കിലും അതൊരുപാട് ചിലവേറിയതായതുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. വുജിൻ അവർ പറഞ്ഞ പോലെ ഇതിലൊരു എക്സ്റ്റൻഷൻ ഫീ ഉണ്ട്. ആ തുക മൊത്തം തുകയുടെ 10%. അങ്ങനെ കൂട്ടിയാൽ തന്നെ ബാങ്കിൽ നിന്നെടുത്ത ലോണിനേക്കാൾ കൂടുതലാണ് ഇവരുടെ പലിശ. ഇതടക്കാൻ ഒരു ദിവസം വൈകിയാൽ 10% എന്നത് 20% ആയിട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് ഇത് അടച്ചു തീർത്തില്ലെങ്കിൽ നിന്റെ വീടും അവർ കൊണ്ടുപോകും എന്ന് പറയുന്നു. കിം അവനോട് പുറത്തെവിടെയും പോയി ഫുഡ് കഴിക്കാമെന്ന് പറയും. ശേഷം വുജിൻ അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അവിടെയുള്ള സ്ത്രീ അവനെ കണ്ടതും കെട്ടിപ്പിടിച്ച് വിശേഷം തിരക്കും. ആ സമയം വുജിൻ ഒരു കോൾ വന്ന് പുറത്തേക്ക് പോകും. അവിടുന്നാണ് അമ്മയുടെ കോൾ കിമ്മിന് വരുന്നത്. ഡോക്ടറിനെ കണ്ടിട്ട് അവരെന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് പെട്ടെന്ന് ഭേദമാകുമെന്നും ലേസർ സർജറിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നും പറഞ്ഞതായി അവൻ കള്ളം പറയുന്നു. അങ്ങനെ ഫുഡ് റെഡിയായി. കിം വുജിനെ വിളിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ വുജിൻ ഏതോ പലിശക്കാരനോട് കടം ചോദിക്കുകയാണ്. തൻ്റെ ഫ്രണ്ടിന് അത്യാവശ്യമായി പണത്തിന് ആവശ്യമുണ്ടെന്നും അത് ഞാൻ കൃത്യസമയത്ത് അടച്ചോളാമെന്നും പറയുന്നത് കേട്ട കിം വിഷമത്തോടെ തിരിച്ച് ടേബിളിൻ്റെ അടുത്തേക്ക് പോകുന്നു. ടൂർണമെൻറ്റിൽ അവൻ തോൽപ്പിച്ച ആളാണ്. കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവനു വേണ്ടി കടം വാങ്ങി അത് തിരിച്ചടക്കാമെന്നും പറയുന്നു. ഇതൊക്കെ കണ്ട് അവൻ്റെ കണ്ണ് നിറയുന്നു. ശേഷം തിരിച്ചു വന്ന വുജിൻ നമുക്ക് പറ്റുന്ന എല്ലാ വഴികളും നോക്കാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം വുജിൻ കിമ്മുമായി യാങ് എന്നയാളെ കാണാൻ പോകുന്നു. നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 1 കോടി എന്ന് പറയും. അതവനെ മുന്നിൽ നീട്ടി ഇത് കടമായിട്ടൊന്നുമല്ല, അടുത്ത 1 വർഷത്തേക്ക് നീ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിനുള്ള അഡ്വാൻസ് ആണ്. ഇത് കേട്ടതും വുജിൻ്റെ മുഖം മാറും. കാരണം യാങ് പറഞ്ഞ ജോലി മുമ്പ് വുജിൻ ചെയ്തിരുന്നതാണ്. പലിശ പണം പിരിക്കുക എന്ന ജോലി. പാവപ്പെട്ടവരുടെ വീട്ടിൽ കയറി പലിശ പിരിക്കുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ. ഇതൊക്കെ ചെയ്ത് കുറ്റബോധം തോന്നി ആ പരിപാടിയൊക്കെ നിർത്തിയതാണ് അവൻ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയം കിം എഴുന്നേറ്റ് നമ്മൾ ബോക്സേഴ്സാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കേണ്ടവരല്ല നമ്മൾ, നമുക്ക് വേറെ വഴി നോക്കാം. ഈ യാങ് ഗില്ലിൻ്റെ കമ്പനിയിൽ ബിനാമിയായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ വിവരം ആർക്കും അറിയില്ല. ശേഷം യാങ്ങിനെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്. അത് യൂൻജോ ആണ്. അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് പിരിച്ച പലിശ പണം ഗില്ലിൻ്റെ അസിസ്റ്റൻറ്റിന് കൊടുക്കുന്നതായി യൂൻജു കാണുന്നു. ഇതെല്ലാം അവൾ മൊബൈലിൽ പകർത്തു. ശേഷം ചോയ് പറഞ്ഞതിനനുസരിച്ച് വിശ്വസ്തനായ ഒരു ബോഡിഗാർഡിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തുകയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൽ വന്ന ആരെയും അയാൾക്ക് ബോധിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് വുജിൻ അയാളെ ഫോൺ ചെയ്യുന്നത്. വുജിൻ കിമ്മിനായി പണം കണ്ടെത്താനുള്ള രീതിക്ക് വിളിച്ചതായിരിക്കും. ഇത് കണ്ട അയാൾക്ക് ഇവനെ ബോഡിഗാർഡായിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. അവനെ ഇയാൾക്ക് നേരത്തെ പരിചയമുണ്ട്, എല്ലാ പലിശക്കാരെയും അറിയുകയും ചെയ്യാം. നീ എന്നെ ഒന്ന് വന്ന് കാണുന്നു പറയും. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വുജിൻ കിമ്മിനെ കൂട്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലും. അയാൾ ചോയ് എന്നൊരു പലിശക്കാരനുണ്ട്. അയാളൊരു സാധുവാണ്. ആൾക്കൊരു ബോഡിഗാർഡ് ആവശ്യമുണ്ട്, വിശ്വസ്തനായ ഒരാൾ. അങ്ങനെ ആരെ നോക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന നേരത്താണ് നിന്റെ കോൾ വരുന്നത്. നീ അയാളെ പോയി കാണണം. ഇത് കേട്ട വുജിൻ ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതല്ല, നിങ്ങളെ വിളിച്ചത് എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നീ ആദ്യം ചോയെ പോയി കാണ്, നിനക്കുള്ള പണം അയാൾ തരുമെന്ന് പറഞ്ഞ് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കും. കിം നമുക്ക് എന്തായാലും പോയി നോക്കാം, പലിശ പിരിക്കാനല്ലോ, ബോഡിഗാർഡായിട്ടല്ലേ എന്നവനോട് പറയും. ശേഷം ചോയ് യൂൻജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിനക്കൊരു ബോഡിഗാർഡിനെ വെക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ബോഡിഗാർഡോ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഗില്ലും ജാക്ക് എന്നൊരാളും ഗോൾഫ് കളിക്കുകയാണ്. ജാക്ക് ഗില്ലിനോട് എന്തിനാ ആ പയ്യൻ്റെ മുഖത്ത് കത്തി കൊണ്ട് വരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ തുപ്പി, അവനെ കൊല്ലാതെ വിട്ടത് അവൻ്റെ ഭാഗ്യം. ജാക്ക്, നിങ്ങൾക്ക് ശത്രുക്കൾ കൂടി വരുന്ന സമയമാണ്, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് കേട്ട ഗിൽ ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് എനിക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറയും. ശേഷം ചോയ് വുജിൻ്റെയും കിമ്മിൻ്റെയും ബയോഡാറ്റ നോക്കുന്നു. അതിൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് കിമ്മിനെയാണ്. നമുക്ക് ഇവനെ എടുക്കാമെന്ന് പറയുമ്പോൾ അയാളുടെ ഡ്രൈവറായ പാർക്ക് എനിക്ക് അവനേക്കാളും ഫിറ്റായി തോന്നുന്നത് വുജിനെയാണ്.
കാരണം അവന് എല്ലാ പലിശക്കാരെയും അറിയാം. പക്ഷേ ആദ്യം താൻ കിമ്മിനോട് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു. ശേഷം വുജിനും കിമ്മും അവർക്ക് കിട്ടിയ അഡ്രസ്സിലേക്ക് വരും. അതൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കും. അവിടുത്തെ ഓണർ ആദ്യം കിമ്മിനെ അകത്തോട്ട് കയറ്റി വുജിനോട് അവിടെ കാത്തു നിൽക്കാൻ പറയും. അവിടെ കിം ചോയിയെ കാണുന്നു. ചോയ്, ഞാൻ പണ്ട് കണ്ണിച്ചോരയില്ലാത്ത ഒരു പലിശക്കാരനായിരുന്നു. പക്ഷേ അതിൻ്റെ ശാപം മൊത്തം എൻ്റെ കുടുംബത്തിനാണ് കിട്ടിയത്. ഇപ്പോൾ എനിക്കൊരു കൊച്ചുമോൾ മാത്രമേ ഉള്ളൂ. അവളുടെ പേര് യുൻജു എന്നാണ്. അവൾക്ക് ആവശ്യമില്ലാത്ത അപകടങ്ങളിൽ എടുത്തു ചാടുന്ന സ്വഭാവമുണ്ട്. അവളുടെ കൂടെ നടന്ന് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നീ ശക്തനാണ്, വിശ്വസ്തനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ഡ്രൈവറായ പാർക്ക് നിനക്ക് പറഞ്ഞു തരും. എന്നിട്ട് പുറത്ത് വന്ന കിം പലിശ പിരിക്കാനല്ല, ബോഡി ഗാർഡ് തന്നെയായിട്ടാണ് വുജിനോട് പറയുന്നു. ഇത് കേട്ട വുജിനും സന്തോഷമാവും. അവർ കിമ്മിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മയോട് ഈ കാര്യം പറയുമ്പോൾ അവർക്കും സന്തോഷമാവും. ഇതിന് വുജിനോട് താങ്ക്സ് പറയും. ആ സമയം അവരുടെ വീട്ടിലേക്ക് പാർക്ക് വന്ന് 2 മാസത്തേക്കുള്ള 10 കോടി അഡ്വാൻസ് കൊടുക്കുന്നു. ഇത് ചോയ് തരാൻ പറഞ്ഞതാണ്. കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് ചോയ്. നാളെ രാവിലെ മുതൽ ജോലിക്ക് വരാൻ ചോയ് പറഞ്ഞിട്ടുണ്ടെന്നും പാർക്ക് പറയുന്നു. ആ പണം കണ്ട കിമ്മിൻ്റെ കണ്ണ് നിറയും. അവൻ വുജിനോട് നീ ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. ശേഷം മറ്റൊരു വശത്ത് ഗിൽ വീണ്ടും തന്ത്രങ്ങൾ മെനയുന്നു. മിസ്റ്റർ ഹോങ് എന്ന ഒരു കപട വ്യക്തിയുമായുള്ള ഒരു ബിസിനസ് ഇടപാടിനെക്കുറിച്ച് അയാൾക്ക് ആശങ്കയുണ്ട്. അയാൾക്ക് വലിയ പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ ഗില്ലിൻ്റെ ഇത്തരം ഇടപാടുകൾ പുറത്തുവിടുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ഗിൽ കാര്യങ്ങൾ സുഗമമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സംഘർഷം അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. ആ ബിൽഡിംഗ് ഓണറായ ഹാങ് ഗില്ലിനോട് എനിക്കിനി നിങ്ങളുടെ സഹായം വേണ്ട, എനിക്കതിനുള്ള ആളെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഗില്ലിനെ അപമാനിച്ചു വിടും. ഇത് താങ്ങാൻ പറ്റാത്ത ഗിൽ ജാക്കിനോട് ഇവനെ വെറുതെ വിടരുത്, എന്നെ അപമാനിച്ച ഇവന് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയും. അടുത്ത ദിവസം വുജിൻ കിമ്മും ചോയുടെ ഓഫീസിലെത്തും. വുജിൻ അവന് കൂട്ടുവന്നതാണ്. ചോയ്, യൂൻജുനായി ഒരു ബോഡി ഗാർഡിനെ വെച്ച കാര്യം അവൾക്കറിയില്ല. നീ തന്നെ വേണം അത് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. കാരണം അവളോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾ തയ്യാറായിരുന്നില്ല. ഇനിയും അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് തന്ന പൈസ തിരിച്ചു തന്ന് നിനക്ക് പോകാം. കിം, ആ പണം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കടം വീട്ടാൻ ഉപയോഗിച്ചു. ചോയ്, നീ എന്തായാലും ശ്രമിച്ചു നോക്കെന്ന് പറയും. വുജിൻ, കിമ്മിൻ്റെ കൂടെ എന്നെയും ബോഡി ഗാർഡായി എടുത്താൽ എനിക്കും സാലറി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിച്ചാൽ തീർച്ചയായും എന്ന് പറയുന്നതോടെ വുജിൻ കിമ്മിനോട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, യൂൻജുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയും. അങ്ങനെ അവരവിടേക്ക് ചുറ്റിക്കാണുന്ന സമയത്താണ് കിം അവളുടെ ഫോട്ടോ കാണുന്നത്. അത് കണ്ടപ്പോഴേ അവന് മനസ്സിലായി ഇതന്ന് തന്നെ ഇടിച്ച പെൺകുട്ടിയാണെന്ന്. ഈ കാര്യങ്ങളൊക്കെ അവൻ വുജിനോട് പറയുന്നു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, പെണ്ണുങ്ങളെ വളർത്താനാണ് എൻ്റെ കയ്യിൽ ഐഡിയ ഇല്ലാത്തത്. എന്നിട്ട് അവിടുത്തെ ഒരു ബുക്ക് എടുക്കുന്ന നേരം അതിൽ നിന്ന് കുറേ പണം ചാടി വരും. ബുക്കിൻ്റെ ഡിസൈനിൽ ഉണ്ടാക്കി വെച്ച കുറേ പെട്ടികളായിരിക്കും അത്. അവിടെ ഫുൾ പണമായിരിക്കും. ഇത് കണ്ട് അവർ തന്നെ ഞെട്ടും. കുറച്ച് കഴിഞ്ഞ് യൂൻജു അവിടേക്ക് വരുന്നു. കിമ്മിനെ കണ്ടയുടൻ അവൾക്ക് മനസ്സിലാവും. വുജിൻ, ഞങ്ങൾ നിന്റെ ബോഡി ഗാർഡാവാൻ വന്നതാണെന്ന് പറയുമ്പോൾ യൂജു ആദ്യം അവനെ പുറത്താക്കുന്നു. എന്നിട്ട് കിമ്മിനെ നോക്കി എനിക്ക് ബോഡി ഗാർഡിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞതാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ നിന്നെ ഒട്ടും വേണ്ട. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ അവന് പണം തിരികെ കൊടുക്കേണ്ടി വരും. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവൻ മുട്ടുകുത്തി അപേക്ഷിക്കും. എന്നെ വേണ്ട എന്ന് പറയരുത്. ഇതിനായി ചോയ് 10 കോടി അഡ്വാൻസ് തന്നിരുന്നു. ഗില്ലിൻ്റെ ഫിനാൻസ് കമ്പനിയിൽ ആ പണം അടച്ചു. എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും. കുറച്ച് ദിവസം എന്നെ നിർത്തി, പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞയച്ചോ. ഇത് കേട്ട അവൾ, നിന്റെ അമ്മയെ ഗില്ലിൻ്റെ ഫിനാൻസ് കമ്പനി ചതിച്ചോ? എങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അവൾ ചോദിച്ചറിയും. ആ ഫിനാൻസ് കമ്പനിയിലേക്ക് എത്താൻ കിമ്മിൻ്റെ സഹായം ആവശ്യമാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. ചോയ് പലിശരഹിതമായി എല്ലാവർക്കും സഹായിക്കുന്ന ആളാണ്. പക്ഷെ ചില ആളുകൾ പറ്റിക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ് ഇവൻ. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് 1 കോടി രൂപ തട്ടിയെടുത്ത് മുങ്ങി. അങ്ങനെ അവനെ പിടിക്കാൻ അവൻ്റെ കൂടെ കൂടിയപ്പോഴാണ് വലിയ തട്ടിപ്പ് സംഘത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. ഭിക്ഷക്കാരുടെ ഐഡി ഉപയോഗിച്ച് പലിശക്കാരുടെ ഇടയിൽ നിന്നും പണം തട്ടലാണ് മെയിൻ പരിപാടി. ഇതൊക്കെ മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്തപ്പോൾ നേരെ എത്തിയത് ഇയാളുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞ് ഗില്ലിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കൂ. ഇവനെ അറിയുമോയെന്ന് ചോദിക്കുമ്പോൾ കിം, അറിയാം, ഇവനും കൂടെ ചേർന്നാണ് എൻ്റെ അമ്മയെ ചതിച്ചത്. ഇവൻ്റെ പിറകിലും ആളുണ്ട്. അപ്പോൾ വുജിൻ, ഞങ്ങൾ തീർച്ചയായും സഹായിക്കും. ഇവനെ അത്ര അവൾക്ക് പിടിക്കുന്നില്ലെങ്കിലും അവനെയും കൂടെ കൂട്ടുന്നു. ശേഷം ഇവരെങ്ങനെയാണ് ഭിക്ഷക്കാരുടെ ഐഡി തട്ടുന്നത് എന്നറിയാൻ അവരെ ഫോളോ ചെയ്യും. എന്നിട്ട് അസിസ്റ്റൻറ്റിനെ നിരീക്ഷിക്കാൻ തുടങ്ങും. അവനെ നിരീക്ഷിക്കാൻ 2 പേരെയും യൂൻജു പറഞ്ഞയക്കുന്നു. ഇവർ എത്ര പേരുടെ അടുത്തുനിന്ന് ഐഡി വാങ്ങുന്നത്, അതുപോലെ എങ്ങനെയാണ് വാങ്ങുന്നതും എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയും.
അങ്ങനെ ഇവരെ ഫോളോ ചെയ്തു പോകുമ്പോൾ കുറേ ഭിക്ഷക്കാരുടെ അടുത്ത് ചെന്ന് എല്ലാവരെയും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ ഇവരെയും ചെയ്യുന്നു. അതിനിടയിൽ ഒരു വൃദ്ധൻ നീ എന്ന് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ID കാർഡ് എവിടെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. എന്നിട്ട് ആ വൃദ്ധനെ അവിടെ ഇട്ട് ചവിട്ടാൻ തുടങ്ങും. ഇത് കണ്ട് കിമ്മിന് വെറുതെ ഇരിക്കാനായില്ല. ഗുജിൻ അവനോട് പോകരുതെന്ന് പറയുമ്പോഴും അവനത് കേൾക്കാതെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.